നഗരസഭയിൽ അപേക്ഷകളും പരാതികളും സ്വീകരിക്കുന്ന സംവിധാനം ഇല്ലാതായതായി പരാതി. ചാലക്കുടി നഗരസഭയിലെത്തുന്നവർക്ക് അപേക്ഷകളും പരാതികളും നൽകാനുള്ള സംവിധാനം ഇല്ലാതായി എന്ന് പരാതി. അപേക്ഷകൾ നൽകാനെത്തുന്നവരെ അക്ഷയ കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവിടുകയാണ് നഗരസഭാ ജീവനക്കാർ. ഇത് വൃദ്ധരും വികലാംഗരുമായവർക്ക് ദുരിതമായി മാറുകയാണ്. ഞാൻ VJ ജോജി, ചാലക്കുടി നഗരസഭാ കൗൺസിലർ. ചാലക്കുടി നഗരസഭയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. നിങ്ങൾ കാണുന്ന ഹെൽപ്പ് ഡെസ്ക്. ഈ ഹെൽപ്പ് ഡെസ്കിൽ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിലും ഹെൽപ്പില്ല. അപ്പോൾ എന്താണെന്ന് ചോദിക്കും, ചാലക്കുടി നഗരസഭയിൽ ഓരോ ദിവസവും 100 കണക്കിന് പേരെത്തുന്നത്. വിവിധ പരാതികൾ കൊടുക്കാൻ വേണ്ടി, അപേക്ഷ കൊടുക്കാൻ വേണ്ടി എത്തുന്നത് നിരവധി പേരാണ്. അപ്പോൾ ആ പരാതിയായിട്ട് വന്നവർക്ക് പരാതി കൊടുക്കാൻ സംവിധാനമില്ല. അവർ അക്ഷയയിലേക്ക് പോകണം. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിൽ വന്ന് ഈ വികലാംഗരായിട്ടുള്ള ആൾക്കാർ, പ്രായമായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ വീണ്ടും ഇവിടെ നിന്ന് മടങ്ങിപ്പോണ്ട സ്ഥിതി വരുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ ഒരു നഗരസഭകളിലും ഒരു പഞ്ചായത്തുകളിലും ഇല്ലാത്ത സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് പലവട്ടം നമ്മളിവിടെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതേവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഏകദേശം 3 മാസത്തിലധികമായി ഈ ഒരു സംവിധാനം ഇല്ലാതെ ജനങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചാലക്കുടി നഗരസഭ കൗൺസിലറാണ്. ഞാനൊരു പരാതി നൽകാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ചാലക്കുടി നഗരസഭയിൽ 295 അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ക്രമവൽക്കരിക്കാൻ വേണ്ടി നഗരസഭ KSEBയിൽ കാശടച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതേവരെ അത് പൂർത്തീകരിച്ചിട്ടില്ല. അത് സംബന്ധിച്ചിട്ടുള്ള പരാതി നൽകാൻ വേണ്ടി വന്നത്. പക്ഷേ ഞാനും അക്ഷയയിൽ പോയി ഈ അപേക്ഷ നൽകേണ്ട സ്ഥിതിയാണ്. അപ്പോൾ അത് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലുള്ള 49,500ഓളം വരുന്ന ജനങ്ങൾക്ക് ഈ ഒരു ചെറിയ സൗകര്യം നൽകാൻ പോലും നഗരസഭയ്ക്ക് കഴിയുന്നില്ല. അപ്പോൾ അത് അടിയന്തരമായിട്ട് ജനുവരി 1 മുതൽ ഇതിൽ നടപടി ആയില്ലെങ്കിൽ അന്ന് മുതൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞാൻ സമരമായിട്ട് രംഗത്തുണ്ടാവും. ഞാൻ സ്വതന്ത്ര കൗൺസിലറാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഭാഗമല്ല. അപ്പോൾ 1-ാം തീയതി മുതൽ ജനുവരി 1-ന് ശേഷം നടപടി ആയില്ലെങ്കിൽ ഞാനിവിടെ സമരമായിട്ട് ഇതിന് മുന്നിലുണ്ടാവും.